ഹായ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു തവണ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ. ഇത് 1/2 കിലോ അരിപ്പൊടിയാണേ. പിന്നെ ഒരു 3 സ്പൂൺ അരിപ്പൊടി ഞാനിവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഏകദേശം ഒരു അരമുറി തേങ്ങ അതിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലുമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, ഒരു 3 അല്ലി വെളുത്തുള്ളി, 3 അല്ലി ചെറിയുള്ളി, വളരെ കുറച്ച് മാത്രം ജീരകവും. ഇത് ഇത്രയും നമ്മൾ ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ തേങ്ങ ഈ അരിപ്പൊടിയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഇത് കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കണം. ഇങ്ങനെ ചേർത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം ഇങ്ങനെ ഒന്നാക്കി കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഈ പത്തിരിപ്പൊടിയാണ്. പക്ഷേ ഇത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. നമുക്ക് നാളികേരത്തിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ആ സമയം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ. അതിലേക്ക് ഇതൊരു 1.5 ലിറ്റർ വെള്ളമുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ മിക്സും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ മാവ് ശരിയാക്കി എടുക്കാൻ പോകുന്നത്, പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിൽ നിന്നൊരു 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടാണ് ഞാൻ കുറേശ്ശെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഇപ്പോൾ തന്നെ കൈവച്ച് കുഴയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും എടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മളൊരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് പൊടി ഞാൻ വിതറിയിട്ടുണ്ട്, ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ. അതിലേക്കാണ് കേട്ടോ ബോൾസ് ആക്കി വെക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞിക്കൈ കണ്ട സഹായത്തിന് വന്നിട്ടുള്ളത് ചാരുവാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ല, സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണേ. അങ്ങനെ ഞങ്ങളിതെല്ലാം കൂടെ ഒന്ന് ഉരുട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യം തിളപ്പിച്ച ആ വെള്ളം ഉണ്ടല്ലോ കുഴയ്ക്കാൻ വേണ്ടി എടുത്തേ, ആ വെള്ളത്തിൻ്റെ ബാക്കിയും പിന്നെ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ വെച്ചിട്ട് ഞാനൊന്നും കൂടെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ബോൾസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് തട്ടരുത് കേട്ടോ, അപ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പകുതിയിലേറെ വേവൊക്കെ ആയിന്ന് തോന്നണം. ആ ഒരു സമയത്ത് വേണം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ. കുത്തി ഇളക്കാൻ പാടില്ല, ചിലപ്പോൾ ഇത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് ഞാനിത് 2-ാം പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി പാലിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി മാറ്റി വെച്ചിരുന്നല്ലോ, അത് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വരുന്ന സമയത്താണ് കേട്ടോ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബോൾ എടുത്ത് പൊട്ടിച്ച് നോക്കി അറിയാൻ പറ്റും എന്തോന്ന്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഈ 1-ാം പാലും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. നല്ല നാടൻ രീതിയിലുള്ള പിടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.